നമസ്കാരം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് ഒരു പൗഡേർഡ് ക്രീം എങ്ങനെ പെർഫെക്റ്റായിട്ട് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ക്രീമാണെന്ന് അറിയില്ല. ഞാനൊരു 100 ഗ്രാമിൻ്റെ ഒരു ക്രീം എടുത്തിട്ടുണ്ട്. ഇത് മിൽക്കിലും വാട്ടറിലും ഒരുപോലെ വിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നിങ്ങൾ ലോക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീം എടുക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്കിലുണ്ടാവും എത്ര വെച്ചിട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് 125 മുതൽ 150 ഗ്രാം വരെ പാൽ ചേർത്തിട്ട് വിപ്പ് ചെയ്യാമെന്നാണ്. പാലല്ലെങ്കിൽ വാട്ടർ ചേർത്തിട്ട്. അപ്പോൾ ഞാനിവിടെ പാലിലാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ ഇഷ്ടം അത് വെച്ച് ചെയ്യുക. അപ്പോൾ 125 ഗ്രാം എന്ന് പറയുമ്പോൾ അത് ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് കൂടുന്നുള്ളത് അറിയാലോ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു അരക്കപ്പിലും കുറച്ച് കൂടുതൽ പാലാണ്. 125 ml എന്ന് പറയുന്നതാണ് അരക്കപ്പ്. അതിനേക്കാളും കുറച്ച് കൂടുതൽ ഒരു 135 ml ഒക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പാല് അതിനകത്ത് കുറച്ചിട്ട്, അതായത് ഒരു 100 ml പാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 ml ഒക്കെ കുറച്ച് ഒരു 80 അല്ലെങ്കിൽ 75 ml പാലെടുത്തിട്ട് ചെയ്യാം. ഒരിക്കലും അവർ പറഞ്ഞിട്ടുള്ള മുഴുവൻ അളവും എടുക്കാതിരിക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ക്രീം കുറച്ച് ലൂസായിട്ടായിരിക്കും ഉണ്ടാകുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് വിപ്പായിട്ട് വരില്ല. നമുക്കിതിനെ ഒന്ന് പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പാലിൻ്റെ ടെമ്പറേച്ചർ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളെടുക്കുന്ന പാല് നല്ല ചിൽഡായിട്ടിരിക്കണം. അതായത് ഐസായിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനിലുള്ള പാലായിരിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുത്തിട്ട് ക്രീം വിപ്പ് ചെയ്യാൻ നിന്നാൽ ഒരിക്കലും അതുപോലെ വിപ്പായിട്ട് വരില്ല. അപ്പോൾ ഒന്ന് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് നന്നായി തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. നമുക്കിതിനെ ഇനി ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ മറ്റേ ഫ്രഷ് ക്രീം വിപ്പ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ബൗളൊക്കെ ഉണ്ടാകേണ്ടത്. അത് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ബൗളും വിസ്കും നല്ലപോലെ തണുത്തതാണ് ഉണ്ടാവേണ്ടത്. ഞാനിതൊരു മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്കിത് പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാക്കറ്റ് വാങ്ങുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം ഇത് എപ്പോഴാണ് ബേക്കറിയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവർ വാങ്ങി വെച്ചിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ഇത് എയറൊക്കെ കയറിയിട്ട് ചിലപ്പോൾ കട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് പൗഡർ തന്നെയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വാങ്ങിക്കാം. ഞാനിനി ഇതിനകത്തേക്ക് ഒരു 130-135 ml പാല് ചേർക്കുകയാണ്. ഒരിക്കലും ആ പാക്കറ്റിൽ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത് ചേർക്കാതിരിക്കുക. അതിൽ നിന്ന് അല്പം കുറച്ചിട്ട് ചേർക്കുക. പിന്നെ നല്ല തണുത്ത പാലായിരിക്കണം. ബിലോ 10 ഡിഗ്രി സെൽഷ്യസ് ആണ് പാലിൻ്റെ ടെമ്പറേച്ചർ വരേണ്ടത്. പിന്നെ ഞാനിതിനകത്തേക്ക് വാനില എസൻസോ ഐസിങ് ഷുഗറോ ഒന്നും ചേർക്കാത്തതിന് കാരണം അതൊക്കെ ഓൾറെഡി ഉള്ള ക്രീമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്രീമിൽ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസോ, നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് അത് ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ 100 ഗ്രാമിൻ്റെ ക്രീമാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ഐസിങ് ഷുഗർ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ സ്പീഡിലാണ് തുടങ്ങേണ്ടത്. അതിന് ശേഷമാണ് സ്പീഡ് കൂട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് 1 വെച്ചിട്ട് തുടങ്ങാം. 1 അല്ലെങ്കിൽ നിങ്ങളതിൽ ഏതാണോ ലോ സ്പീഡ് അതിൽ വെച്ച് തുടങ്ങുക. പിന്നെ ഇത് ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഹാൻഡ് വിസ്ക് വെച്ച് ഇതേ ക്രീം തന്നെ ഞാൻ വിപ്പ് ചെയ്യുന്നത് ഞാൻ ബ്രെഡ് കേക്ക് ഉണ്ടാക്കിയ സമയത്ത് കാണിച്ചിട്ടുണ്ട്. ആ സെയിം ക്രീം വെച്ചാണ് ഇപ്പോൾ ഞാനിതും ചെയ്യുന്നത്. അത് 2-3 മിനിറ്റ് കൊണ്ട് വിപ്പായി വന്നു. ഇത് ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്റർ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് ഏകദേശം 1 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് വിപ്പായി വന്നിട്ടുണ്ട്. കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വേറെ കൺസിസ്റ്റൻസിക്കൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് വിപ്പായി വന്നത് എല്ലാവരും കണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പൗഡർ ക്രീം ഏതായാലും
വിപ്പ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൗളും വിസ്കും നന്നായി തണുപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്ന പാലിൻ്റെ അളവ് ഡയറക്ഷനിൽ തന്നിട്ടുള്ളതിന് കുറച്ചെടുക്കുക. പിന്നെ പാലിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ബിലോ 10 ഡിഗ്രി സെൽഷ്യസ്. അതിപ്പോൾ നിങ്ങൾ അളന്ന് നോക്കിയൊന്നും വേണ്ട ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന്. ഏകദേശം ഒന്ന് കൈവച്ച് നോക്കിയാൽ അറിയാം നല്ല തണുത്ത പാലാണോ എന്നുള്ളത്. അപ്പോൾ നല്ല തണുത്ത പാൽ ഉപയോഗിക്കുക. പിന്നെ പൗഡർ ഷുഗറിൻ്റെ പാക്കറ്റ് പൗഡർ ക്രീമിൻ്റെ പാക്കറ്റ് എപ്പോഴും വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. അത് പൗഡർ തന്നെയാണോ അതോ കട്ടയായിട്ട് പോയിട്ടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വാങ്ങിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതിനേക്കാൾ നന്നായിട്ട്, ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസോ സംഗതികളൊക്കെ എന്താണെന്ന് വെച്ചാൽ റെസിപ്പീസൊക്കെ അറിയിക്കുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ അതേക്കുറിച്ച് വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കാം നിങ്ങൾക്ക്. ഇത് എത്രമാത്രം വിപ്പായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ ഇത് നമ്മളൊരു സ്പൂണിനകത്ത് കോരിയെടുത്താലും താഴേക്ക് 2-3 മിനിറ്റ് നേരം വീഴാതെ ഇരിക്കുന്ന ആ ഒരു പരുവത്തിലാവണം. അതാണ് അതിൻ്റെ ഒരു ഒറിജിനൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ക്രീമും പെർഫെക്റ്റായിട്ട് വിപ്പായിട്ട് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ടതിന്, ഇതുവരെ എൻ്റെ സംസാരം ശ്രവിച്ചതിനും എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.